ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 10ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 5ാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഷോർട്ട് സ്റ്റോറിയുടെ പേര് പ്രിഫറൻസ് നാഷണൽ. പ്രിഫറൻസ് നാഷണൽ എഴുതിയിട്ടുള്ളത് ഫ്രഞ്ച് സെനഗൽ എഴുത്തുകാരിയായിട്ടുള്ള നമ്മുടെ ഫാറ്റോ ഡിയോമിയാണ്. നമ്മുടെ സെനഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ ആഫ്രിക്കയിലെ ഒരു പ്രദേശമാണ്, ഒരു രാജ്യമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ നേരെ ടോപ്പിക്കിലോട്ട് എന്ത് ചെയ്യാൻ പോവാം. Have you ever shaped your words, your mannerisms, your very self to fit into a place that sees you as different? അതായത് നിങ്ങളെ വ്യത്യസ്തരായിട്ട് കാണുന്ന ഒരു സ്ഥലത്ത്, അല്ലെ, നിങ്ങൾ പരിഗണിക്കപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളല്ലാതെ കാണുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പരിഗണിക്കപ്പെടാനായിട്ട് വേണ്ടിയിട്ട് നമ്മുടെ വാക്കുകളോ അല്ലെങ്കിൽ നമ്മുടെ മാനറിസംസ്, നമ്മുടെ പെരുമാറ്റ രീതിയോ, അതുപോലെ തന്നെ നമ്മുടെ വെരി സെൽഫ്, അതായത് നമ്മുടെ വ്യക്തിത്വമോ മറ്റൊക്കെ നിങ്ങൾക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. What does it mean to belong when the world around you constantly reminds you that you don't? അതായത് എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബിലോങ്. എന്താ ബിലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉൾപ്പെടുക. എന്താണ് ഈ ബിലോങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വെൻ ദ വേൾഡ് അറൌണ്ട് യു കോൺസ്റ്റന്റ്ലി റിമൈൻഡ്സ് യു ദാറ്റ് യു ഡോണ്ട്. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം നിങ്ങൾ അവിടെ ഉൾപ്പെടാത്തവരാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഉൾപ്പെടൽ അല്ലെങ്കിൽ ഈ ബിലോങ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ലെറ്റ് us read a story by Fatou Diop that lays bare the struggles of identity in the context of migration. നമുക്കൊരു കഥ വായിക്കാം, നമ്മുടെ ഫാറ്റോ ഡിയോമിന്റെ കഥ വായിക്കാം. ലൈസ് ബെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്? റിവീൽ ചെയ്ത് തരുന്നു, നമുക്ക് കാണിച്ചു തരുന്നു. ദ സ്ട്രഗിൾസ് ഓഫ് ഐഡന്റിറ്റി, അതായത് ബുദ്ധിമുട്ടുകൾ, അതായത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മൈഗ്രേഷൻ. അതായത് മൈഗ്രേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐഡന്റിറ്റി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു കഥ നമുക്കൊന്ന് എന്ത് ചെയ്യാം, വായിക്കാം. എഴുത്തുകാരിയുടെ പേര് ഫാറ്റോ ഡിയോമി, അല്ലെ, ഒരു ഫ്രഞ്ച് സെനഗൽ എഴുത്തുകാരിയാണ് കേട്ടോ. ഇവര് ഫ്രാൻസിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അവളുടെ അനുഭവങ്ങളാണ് നമുക്ക് ഈ കഥയിലൂടെ പറഞ്ഞു തരുന്നത്. പ്രിഫറൻസ് നാഷണൽ. എന്താണ് ഈ പ്രിഫറൻസ് നാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഇപ്പൊ ഇപ്പൊ ഇന്ത്യയിൽ നാഷണൽ പ്രിഫറൻസ് നാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുക, അല്ലെ. യു കെയിലാണെങ്കിൽ യു കെയിൽ കൂടുതൽ യു കെക്കാർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുക. ഇനി വല്ല ഗൾഫ് കൺട്രീസിലാണെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുക മറ്റുള്ളവരെക്കാളേറെ. ഓക്കെ, ഇതൊരു പൊളിറ്റിക്കലി ലോഡഡ് ഫ്രേസ് ആണ് വിച്ച് ഇൻഡിക്കേറ്റ്സ്, അതെന്താ നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്? ദാറ്റ് സർട്ടൻ ബെനിഫിറ്റ്സ്, ചില ബെനിഫിറ്റ്സ് സച്ച് ആസ് ദ റൈറ്റ് ടു എംപ്ലോയ്മെന്റ്, അതായത് തൊഴിൽ ചെയ്യാനുള്ള അവകാശം, ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി, അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു നാഷണൽസ് ഓൺലി. അത് ആർക്ക് മാത്രമായിട്ട് കൊടുക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത്? നാഷണൽസിന് ഓൺലി, അവർക്ക് മാത്രമായിട്ട് കൊടുക്കുക എന്നതാണ് ഈ പ്രിഫറൻസ് നാഷണൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ദ ലോ ചേഞ്ച്ഡ് വെരി ക്വൈറ്റ്ലി താങ്ക്സ് ടു മിസ്റ്റർ ബോർഡേഴ്സ്. നമ്മൾ വിചാരിക്കും മിസ്റ്റർ ബോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ആയിരിക്കുമെന്ന്. അല്ല, മിസ്റ്റർ ബോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിംബൽ ഓഫ് നാഷണൽ ബൗണ്ടറീസ്, അത് പേഴ്സോണിഫൈ ചെയ്തേക്കുകയാണ്. ഐറോണിക്കലി പേഴ്സോണിഫൈ ചെയ്തേക്കണം, എന്തൊരു ആളില്ല. അതായത് അതിർത്തി നിയമങ്ങളെയാണ് നമ്മുടെ മിസ്റ്റർ ബോർഡേഴ്സ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതായത് നിയമങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞത്? പതുക്കെ വെരി ക്വൈറ്റ്, വളരെ കാമായിട്ട് എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞത് മാറുന്നു. മിസ്റ്റർ ബോർഡേഴ്സിന് നന്ദി. ഇനി നമുക്ക് എന്താ നോക്കാം. ഇഫ് യു ആർ മാരീഡ് ടു എ ഫ്രഞ്ച് സിറ്റിസൺ, നിങ്ങളൊരു ഫ്രഞ്ച് സിറ്റിസനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക, അല്ലെ. ഇറ്റ് വിൽ നൗ ടേക്ക് 2 years ഫോർ യു ടു ക്ലെയിം ദ ബെനിഫിറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. അതായത് 2 വർഷമാവും, അല്ലെ, എന്ത് ചെയ്യാന്നാ പറഞ്ഞത്? നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ലഭിക്കാൻ. അതായത് നമ്മൾ ഒരാൾ മൈഗ്രേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും രാജ്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിയമപരമായിട്ട് അവരുടെ ഭർത്താവാണ്, നമുക്ക് എന്തിനു കൊടുക്കാം? സിറ്റിസൺഷിപ്പിന് കൊടുക്കാം. പക്ഷെ ഇപ്പൊ 2 വർഷം എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതായത് ഈ എഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ആദ്യമൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു, ഇപ്പൊ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് അതാണ്, അല്ലെ. ബട്ട് ദിസ് ഡിലേ, പക്ഷെ എന്ത് ചെയ്യുന്ന പറയുന്നത് ഇതിന്റെ അപ്പുറം എന്ത് ചെയ്യും? നേരം വൈകും, അല്ലെ, പർവ്വതം കിട്ടാൻ. മിസ്റ്റർ ബോർഡർ ഈസ് റിലേയിങ് ഓൺ ദ നേച്ചർ ഓഫ് ഹിസ് കൺട്രിമെൻ ടു ബ്രേക്ക് അപ്പ് ദ റിലേഷൻഷിപ്പ്. അതായത് ഈ 2 വർഷം കൊണ്ട് നമ്മൾ ഈ അതിർത്തി നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഈ മിസ്റ്റർ ബോർഡേഴ്സ് എന്ത് ചെയ്യും? അവരുടെ ആളുകളെ കൊണ്ട് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യാനായിട്ട്, തകർക്കാനായിട്ടാണ് എന്ത് ചെയ്യുക? ശ്രമിക്കുക. ദെൻ ആസ് ദ എക്സ് വൈഫ് ഓഫ് എ ഫ്രഞ്ച് മാൻ, അങ്ങനെ ഒരു ഫ്രഞ്ച് മാന്റെ എക്സ് വൈഫ് എന്ന രീതിയിൽ ദ ഫോറിൻ വുമൺ, ആ ഫോറിൻ വുമണ് ബിക്കംസ് നോ മോർ ദാൻ ആൻ എക്സ് ഒബ്ജക്ട്. ഒരു എക്സ് ഒബ്ജക്ട് എന്നതിലുപരി മറ്റൊന്നുമായിട്ട് തീരാനായിട്ട് എന്ത് ചെയ്യില്ല, പറ്റില്ല. ആൻഡ് ആസ് വിത്ത് എനി ഒബ്ജക്ട്, മറ്റൊന്ത് വസ്തുവും പോലെ ഷി ഹാസ് നോ റൈറ്റ്സ്, അവൾക്ക് എന്തുണ്ടായിരിക്കില്ല? റൈറ്റ്സ് ഉണ്ടായിരിക്കില്ല. നോട്ട് ഈവൻ ദ റൈറ്റ് ടു ഏൺ ആൻഡ് ഹോണസ്റ്റ് ലിവിങ്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സത്യസന്ധമായിട്ട് ജീവിക്കാനുള്ള, ഒരു ഹോണസ്റ്റ് ലിവിങ്ങിനുള്ള ഒരു അവകാശം വരെ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ദേ വോണ്ട് ഗിവ് മീ സിറ്റിസൺഷിപ്പ്
അവരെനിക്ക് എന്ത് ചെയ്യുന്നില്ല, സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്യുന്നില്ല, തരുന്നില്ല. ബട്ട് മൈ സെനഗൽസ് കാറ്റ് ഹാസ് ഹിസ് പേപ്പേഴ്സ്. പക്ഷേ എന്റെ സെനഗൽസ് കാറ്റിന് അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്, രേഖകളുണ്ട്. പെർഹാപ്സ് ഒരു പക്ഷേ ഇറ്റ്സ് ബിക്കോസ് ഹീസ് ജിഞ്ചർ. എന്താണ് ജിഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡിഷ് ബ്രൗൺ, ഒരു ഓറഞ്ച് കളറൊക്കെ കലർന്നിട്ടുള്ള ഒരു ബ്രൗൺ ഓറഞ്ച് കലർന്നിട്ടുള്ള ഒരു കളറാണ്. എന്റെ പൂച്ചയുടെ കളർ ബ്ലാക്ക് അല്ല, എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, എന്റെ പൂച്ചയുടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ് ബ്രൗൺ ആണ്. അതായത് വെസ്റ്റേൺ ആഫ്രിക്കയിൽ വിട്ടിട്ടുള്ള ഒരു പ്രദേശമാണല്ലോ നമ്മുടെ ഇത് സെനഗൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫാറ്റോഡിയമിന്റെ സ്കിൻ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ്. അതുകൊണ്ട് ബ്ലാക്സിന് അവർ പൗരത്വം കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 1990 തന്റെ 22ാമത്തെ വയസ്സില് നമ്മുടെ ഫാറ്റോ ഡിയോമി ഒരു ഫ്രഞ്ച് പൗരനെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ബന്ധം അധികം നാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നീണ്ടു പോയിട്ടുണ്ടായിരുന്നില്ല. അവർ ഡിവോഴ്സ് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെല്ലാം കൂടി പരാമർശിച്ചതാവാം ഈ ആദ്യത്തെ പാരഗ്രാഫിൽ. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന മറ്റു ചില കാര്യങ്ങളും കൂടി പറഞ്ഞതാവാം നമ്മുടെ ഈ ആദ്യത്തെ പാരഗ്രാഫിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ പാരഗ്രാഫ്. ലോസ് ഓൺലി ഗ്യാദർ പേസ് വെൻ ഓർഡിനറി പീപ്പിൾ സ്റ്റാർട്ട് അപ്ലൈയിങ് ദം. അതായത് നിയമം ശക്തിയാവുന്നത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞത്, അത് ഉപയോഗിക്കുമ്പോഴാണ്. അതായത് ലോസ് ഓൺലി ഗ്യാദർ പേസ് വെൻ ഓർഡിനറി പീപ്പിൾ സ്റ്റാർട്ട് അപ്ലൈയിങ് ദം. അതുപോലെ തന്നെ എന്ത് ചെയ്യാന്നാ പറഞ്ഞത്, ഈ നിയമങ്ങളൊക്കെ മെല്ലെ പോകുന്നതും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുക, അല്ലെ, മനസ്സിലാവാൻ പറ്റുക. ടെർമൈറ്റ്സ് ക്യാൻ കോസ് ദ കൊളാപ്സ് ഓഫ് ആഫ്രിക്കൻ മഹാഗണി ട്രീസ്. അവർ പറയാണ്, അതായത് ടെർമൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിതലുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആഫ്രിക്കൻ മഹാഗണി ട്രീയെ തിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തകർക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊളാപ്സ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ സൈസ് ഓഫ് ആൻ ആൻഡ് ഹിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് വർക്കർ ആൻഡ്സ്. അതുപോലെ തന്നെ നമ്മളെ ഉറുമ്പിന്റെ ഹില്ല്, ആൻഡ് ഹിൽ, നമ്മളെ ഉറുമ്പിന്റെ കുറ്റികൾ എന്നൊക്കെ പറയും. സാധാരണ നമ്മൾ പാമ്പുംകാവിലൊക്കെ കാണാറുണ്ട് അല്ലെ, അതിന്റെ ഉള്ളിൽ പാമ്പുകളാണ് ഉണ്ടാവാറ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഉറുമ്പുകളാണ് ഉണ്ടാക്കുന്നത്. അത് അങ്ങനെ ഉറുമ്പുകളുടെ ആൻഡ് ഹിൽ എന്തുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എടുക്കാന്നാണ് പറഞ്ഞത്, അതിൽ എത്രത്തോളം വർക്കർ ആൻഡ്സ് എന്ത് ചെയ്തിട്ടുണ്ടോ, അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, അതിന്റെ വലിപ്പം അത്രക്കായിരിക്കും എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താണ് ഇപ്പൊ ഇതുകൊണ്ടൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, സെറ്റ് ആക്കാൻ പറ്റും എന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ആണ് എന്ത് ചെയ്യുന്നത്, തരുന്നത്. ഇറ്റ് ഈസ് ദസ്, ആയതുകൊണ്ട് തന്നെ സ്മാൾ എംപ്ലോയേഴ്സ്, അതായത് ഈ ചെറുകിട മുതലാളിമാർ അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാരാണ്, ഹൂ മേക്ക് ദ പോളിസി ഓഫ് പ്രിഫറൻസ് നാഷണലെ എഫക്റ്റീവ്. അവരാണ് ഈ പ്രിഫറൻസ് നാഷണലെ എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള പോളിസി ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അതായത് അവിടെ എന്താന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഒരു കറുത്ത വർഗ്ഗക്കാരെയോ അല്ല വേറെ ഏതെങ്കിലും ഫോറിൻ വിദേശ രാജ്യത്തിലുള്ള ആളും അവരുടെ നാട്ടുകാരും വന്നു കഴിഞ്ഞാൽ ഈ ചെറുകിട കച്ചവടക്കാർ ആരെയാണ് ജോലി കൊടുക്കുക, അവരുടെ നാട്ടുകാരെയാണ് എന്ത് ചെയ്യുക, എടുക്കുക. ഇവരൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ നമ്മുടെ എന്തിലോട്ട് പോവാം, കടയിലോട്ട് എന്ത് ചെയ്യാം, പോവാം അല്ലെ. ഇവിടെ നമുക്കൊരു ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഫാറ്റോഡിയോമിയാണ്, അവളുടെ കയ്യിൽ ഒരു ന്യൂസ് പേപ്പറും എന്ത് ചെയ്തിട്ടുണ്ട്, അവള് പിടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഐ വാസ് ലുക്കിംഗ് ഫോർ എ ജോബ് ഇൻ വൺ ഓഫ് ദ ഫ്രീ പേപ്പേഴ്സ് ആൻഡ് കെയിം അക്രോസ് ദിസ് ആഡ്. അതായത് ഞാനൊരു ജോലിക്ക് നോക്കുകയായിരുന്നു, അതായത് ഫ്രീ പേപ്പേഴ്സിൽ, സാധാരണ ന്യൂസ് പേപ്പേഴ്സിൽ അവൾ ജോലിക്ക് നോക്കുകയായിരുന്നു. അപ്പൊ അവളൊരു പരസ്യം കാണുകയായി. എന്തായിരുന്നു ആ പരസ്യം? ലാർജ് ബേക്കറി ഇൻ ദ സിറ്റി സെന്റർ ലുക്കിംഗ് ഫോർ സെയിൽസ് ഗേൾ. അതായത് നഗരമധ്യത്തിലെ ഒരു വലിയ ബേക്കറിയിലോട്ട് ഒരു സെയിൽസ് ഗേളിനെ ആവശ്യമുണ്ട്. ഡയലക്ട് ഡിസൈറബിൾ അല്ലെ. എന്താണ് ഡയലക്ട് ഡിസൈറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശിക ഭാഷ മസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. പ്ലീസ് കം ടു ദ ഷോപ്പ്, കടയിലോട്ട് എന്ത് വരൂ എന്നാണ് പറയുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പല നാട്ടിൽ, അതായത് നമ്മുടെ കേരളത്തിൽ മലയാളമാണ്, തമിഴ്നാട്ടിൽ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, തമിഴാണ്, കർണാടകയിൽ കന്നഡ, അങ്ങനെ ഓരോ ഭാഷകളുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിൽ ഓരോരോ ജില്ലകളിൽ ആ ജില്ലകൾക്ക് അനുസരിച്ചിട്ടുള്ള എന്തുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഭാഷകളുണ്ടല്ലോ. അതേപോലെ തന്നെ അവിടെ ഡയലക്ട് ആവശ്യമാണെന്ന് എന്ത് ചെയ്യുന്നു, ആ പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്, ഐ റോട്ട് ഡൗൺ ദ അഡ്രസ് ആൻഡ് ടോൾഡ് എ ഫ്രഞ്ച് ഫ്രണ്ട് അബൌട്ട് ഇറ്റ് ഓൺ ദ ഫോൺ ദാറ്റ് ഈവനിങ്. അങ്ങനെ ഇവള് അതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനത് എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു, ആ അഡ്രസ് എഴുതിയെടുത്തു. അങ്ങനെ എന്റെ ഫ്രഞ്ച് ഫ്രണ്ടിനോട് ഞാൻ ഇതിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, വൈകുന്നേരം ഫോൺ വിളിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ഫ്രഞ്ച് ഫ്രണ്ട് എന്താ ഇവളോട് പറഞ്ഞത്, ആർ യു നട്ട്സ്. ഈ നട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ യു സ്റ്റുപ്പിഡ്, നീ എന്തോ വിഡ്ഢിയാണോ, ആർ യു ഫൂൾ. ഷീ പ്രൊട്ടസ്റ്റഡ്, അവൾ എതിർത്തു. എന്നിട്ട് എന്താ പറഞ്ഞത്, യു കുഡ് ഡു ബെറ്റർ ദാൻ ദാറ്റ്, നിനക്ക് അല്ലെ അതിലാരും നല്ല ജോലി കിട്ടുമല്ലോ. ഐ ഹാവ് ദ സെയിം ക്വാളിഫിക്കേഷൻസ് ആസ് യു, എനിക്ക് നിനക്കുള്ള പോലെ അതേപോലുള്ള ക്വാളിഫിക്കേഷൻ ആണ് എനിക്കുള്ളത്. ആൻഡ് ഐ ആം ഫിനിഷിംഗ് മൈ ടീച്ചർ ട്രെയിനിങ്, ഞാൻ എന്റെ ടീച്ചർ ട്രെയിനിങ് എന്ത് ചെയ്യാണ്, ഫിനിഷ് ചെയ്യാൻ പോവാണ്. ഇവിടെ ടീച്ചേഴ്സിനാണ് അല്ലെ, ടീച്ചിങ് ഇതിനാണ് പഠിക്കുന്നത് അല്ലെ, ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനാണ് പഠിക്കുന്നത്. യു വിൽ ബി ബോർഡ് സെല്ലിംഗ് ബ്രെഡ് ആൻഡ് പാസ്റ്ററീസ് ആൾ ഡേ, നീ ബ്രെഡും പാസ്റ്ററീസും പലഹാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആകെ നീ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ബോറടിച്ച് നീ ആകെ ഡൗട്ടോ, നീ അതിനൊന്നും പോകണ്ടെന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ഫാറ്റോഡിയോമി എന്താ പറഞ്ഞിട്ടുള്ളത്,
ഓക്കെ, ഐ വുഡ് ബി ഹാപ്പി ടു ഡു സംതിങ് എൽസ്. ഞാൻ എന്ത് ചെയ്താലും പിന്നെ ഞാൻ ഹാപ്പിയാണ്. ഐ റിപ്ലൈഡ്, ഞാൻ മറുപടി പറഞ്ഞു. മൈ ക്വാളിഫിക്കേഷൻസ് മേ ബി ഫ്രഞ്ച്, എന്റെ ക്വാളിഫിക്കേഷൻ എന്താവാം, ഫ്രഞ്ച് ആവാം സ്വീറ്റി, ബട്ട് മൈ ബ്രെയിൻ ഈസ് ഇൻ റെക്കഗ്നൈസ്ഡ് ആസ് സച്ച്. പക്ഷേ എന്റെ ബ്രെയിൻ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ആൻഡ് സോ ഈസ് നോട്ട് അലൗഡ് ടു ഫംഗ്ഷൻ. അതിപ്പോ എന്ത് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്, അത് പ്രവർത്തിക്കുന്നില്ല. ആൻഡ് ഇൻ ദ മീൻ ടൈം, അതേസമയം ഐ ഹാവ് ടു ഈറ്റ്, എനിക്ക് എന്തെങ്കിലും ഭക്ഷിക്കണ്ടേ. അറ്റ്ലീസ്റ്റ് സെല്ലിംഗ് ബ്രെഡ്, ബ്രെഡ് വിറ്റിട്ടെങ്കിലും ഐ വോണ്ട് സ്റ്റാർ, ഞാൻ എന്ത് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പട്ടിണി കിടക്കില്ലല്ലോ എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഫ്രണ്ട് എന്താ പറയുന്നത്, ബട്ട് ദിസ് ഈസ് റിഡിക്കുലസ്, അല്ലെ, ഇത് ഭയങ്കര നാണക്കേട്, പരിഹസിക്കുക, ഇത് ചടപ്പൻ ഒരു മോക്കറിയാണത് അല്ലെ, ഷീ സെഡ്. എന്നിട്ട് അവള് പറയാണ്, ഐ ആം ഷുവർ യു ക്യാൻ ഫൈൻഡ് സംതിങ് എൽസ്, അല്ലെ, എനിക്ക് ഉറപ്പാണ് നിനക്ക് മറ്റെന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനായിട്ട് പറ്റുമെന്ന് പറയാണ്. ഇപ്പൊ നമ്മൾ ഫാക്ടഡിയോം എന്താ പറയുന്നത്, ഐ ഹാഡ് ഹേർഡ്, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, സച്ച് കൊമന്റ്സ് 100 ടൈംസ്, 100 തവണ ഇത്തരത്തിലുള്ള കൊമന്റ്സ് ആണ് ഞാൻ കേട്ടിട്ടുണ്ട്. മൈ ഫ്രഞ്ച് ഫ്രണ്ട്സ് ഹാഡ് നോ അവയർനെസ് ഓഫ് വാട്ട് ലൈഫ് ഹിയർ വാസ് ലൈക്ക് ഫോർ മീ. എന്റെ ഫ്രഞ്ച് ഫ്രണ്ട്സുകൾക്ക് അറിയില്ല എന്റെ ഇവിടത്തിലെ എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണെന്ന് അവർക്ക് എന്തെയില്ല, അറിയില്ല, ഒരു അവയർനെസ് ഇല്ല, ഒരു ബോധ്യമില്ല എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവൾക്ക് എന്തെങ്കിലും ജോലി കിട്ടണ്ടേ. അപ്പൊ നമ്മൾ പറയും എന്റെ ക്വാളിഫിക്കേഷൻ ഏതാണ്, എനിക്ക് ആ ജോലി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, പറഞ്ഞു നിൽക്കാൻ പറ്റുമോ, ഇല്ല. നമ്മൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ജോലി എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടി വരും അല്ലെ. ഓക്കെ, ദ നെക്സ്റ്റ് മോർണിംഗ് ഐ വെന്റ് ടു ദ ബേക്കറി. അങ്ങനെ അഡ്രസ് ഒക്കെ എഴുതിയെടുത്തല്ലോ അല്ലെ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ ബേക്കറിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദ ചോക്ലേറ്റ് കേക്ക്സ്, അവിടെ ചോക്ലേറ്റ് കേക്ക്സ് ഒഴിച്ച് എവറിത്തിങ് വാസ് വൈറ്റ്. അതായത് ഇവള് ആ ബേക്കറിയിലോട്ട് കയറാണ്, അവിടെ ചോക്ലേറ്റ് കേക്കും ഇവളും ഒഴിച്ച് ബാക്കി എല്ലാം വെളുത്തതായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇവിടെ തന്നെ നമുക്കൊരു കളർ ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. അതായത് അവൾക്ക് തന്നെ ഒരു ബോധമുണ്ട്, ഞാൻ വെളുത്ത വർഗ്ഗക്കാരുടെ ഇടയിലാണ് ജീവിക്കുന്നത് അല്ലെ, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന അവർക്കൊക്കെ എന്ത് ചെയ്യാം, അറിയാം. ദ ബോസ് വെൽക്കംഡ് മീ വിത്ത് എ ജർമ്മൻ മൊസ്റ്റാഷ് അല്ലെ. നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്, ഒരു കൊമ്പമീശൊക്കെ വെച്ചിട്ട് അല്ലെ, ഒരു ജർമ്മൻ മൊസ്റ്റാഷ് വെച്ചിട്ടുള്ള ഒരാളായിരുന്നു ഇതിന്റെ ബോസ്. ആൻഡ് അൽസേസ് മീൻസ് ഒരു ശൈലി, ഭാഷാ ശൈലിയാണ്. ആൻഡ് അദ്ദേഹം സംസാരിക്കുന്ന ഒരു അൽസേസ് ആക്സെന്റിലാണ്. ആൻഡ് എ ഹാറ്റ് ഇൻ ദ കളേഴ്സ് ഓഫ് ഫ്രഞ്ച് ഫ്ലാഗ്, ഫ്രഞ്ച് ഫ്ലാഗിന്റെ കളറിൽ ഒരു തൊപ്പിയും അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. ഫ്രം ദ വേ ഹി സ്റ്റെയർഡ് മീ, ഞാൻ ബേക്കറിയിലോട്ട് ഇന്ന് കടന്നു വരുമ്പോൾ തന്നെ അദ്ദേഹം എന്നെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക എന്നാ പറഞ്ഞത്. ഐ ന്യൂ ഐ ഹാഡ് ഇൻ മേഡ് ഇറ്റ് ത്രൂ ദ ക്വാളിഫയിങ് റൗണ്ട്. അതായത് ആ നോട്ടം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞാൻ ക്വാളിഫയിങ് റൗണ്ട് വരെ എന്ത് ചെയ്യില്ല, ഫിനിഷ് ചെയ്യില്ല. ദിസ് മാൻ ഡിഡിന്റ് ലൈക്ക് ചോക്ലേറ്റ് ഇൻ ദ ഫ്ലഷ്. അതായത് ഈ ബോസിന് പിന്നെ എന്ത് ചെയ്യാന്നാ പറഞ്ഞത്, പിന്നെ ചോക്ലേറ്റ് ഇൻ ദ ഫ്ലഷ്, അതായത് ഞങ്ങളെ പോലെയുള്ള കറുത്തവർഗ്ഗക്കാരായിട്ടുള്ള ആളുകളെ പറ്റില്ല. അതായത് പറയാന് മനുഷ്യന്മാരായിട്ടുള്ള ചോക്ലേറ്റ്സിന് എന്ത് ചെയ്യില്ല, പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്ലാക്സിനെ പറ്റില്ല എന്ന് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഐ ഫോഴ്സ് ടു മൈ സെൽഫ് ടു സ്മൈൽ. എന്നിരുന്നാലും ഞാൻ സ്വയം ഒന്ന് പുഞ്ചിരിച്ചു, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, പുഞ്ചിരിക്കുന്നു. ആൻഡ് സെഡ്, ഹലോ സർ, ഐ ഹാവ് കം ഫോർ ദ ജോബ് യു അഡ്വർടൈസ്ഡ്. സാറേ, നിങ്ങൾ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ജോലിക്കായിട്ട് ഞാൻ വന്നതാണെന്ന് എന്ത് ചെയ്യുന്നു, ഇവള് പറഞ്ഞു. ഹി ഷുക്ക് ഹിസ് ഹെഡ്, അദ്ദേഹത്തിന് തലയാട്ടി. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ഓ സ്പീക്ക് ലിറ്റിൽ അൽസേഷ്യൻ ഡു യു. നിങ്ങൾ അൽസേഷ്യൻ ഭാഷ സംസാരിക്കൂ, കുറച്ച് പറ്റുമോ? ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദ ആഡ് ഹാഡ് സെഡ്, അതായത് ശരിയാണ്, ആ ആഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയലക്ട് ഡിസൈറബിൾ അല്ലെ. അതായത് എന്താ പറയുക, ഡയലക്ട് ഡിസൈറബിൾ ആണ്, അതായത് നമുക്ക് എന്ത് വേണം, നമ്മുടെ പ്രാദേശിക ഭാഷ മസ്റ്റ് ആണ്. ബട്ട് ഐ ഹാഡ് കം വിത്ത് മൈൻ, ഞാൻ എന്റെ ഭാഷയുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. റാദർ ദാൻ ഹിസ്, അദ്ദേഹത്തിന്റെ ഭാഷയിലേക്കാളെ ഞാൻ എന്റെ ഭാഷയുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നൗ ഹി വാസ് ആസ്കിംഗ് മീ ടു കണക്ട് വിത്ത് ഹിസ് ക്ലയൻസ് ഇൻ അൽസേഷ്യൻ. ഇപ്പോ അദ്ദേഹം എന്നോട് എന്ത് ചെയ്യാണെന്ന് പറയാണ്, എന്താണ്, അവിടെ കുറച്ച് ബേക്കറിയിൽ കുറച്ച് ക്ലയൻസ് വന്നിട്ടുണ്ട്, അവരോട് അൽസേഷ്യൻ ഭാഷയിൽ സംസാരിക്കുന്നു പറയാണ്. സോ ഐ ഗേവ് ഹിം ദ റിപ്ലൈ ഹി വാസ് എക്സ്പെക്ടിങ്, അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്ന റിപ്ലൈ ഞാൻ കൊടുത്തു. ആൻഡ് ഹോപ്പിംഗ് ഫോർ, പ്രതീക്ഷിക്കുന്ന ഒരു റിപ്ലൈ കൊടുത്തു. നോ സർ, നോ സർ, എനിക്ക് കഴിയില്ല എന്ന് ചെയ്തിട്ടുണ്ട് ഇവള് പറഞ്ഞു. ഐ കുഡ് സീ ദ റിഫ്യൂസൽ ഇൻ ഹിസ് മഡി കളേർഡ് ഐസ്, അതായത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മഡി കളേർഡ് ഐസിൽ, അതായത് ഇളം ബ്രൗണുള്ള അല്ലെ, അദ്ദേഹത്തിന്റെ കൃഷ്ണമണിയുടെ കാര്യം പറയുന്നത്, കണ്ണിൽ ഞാൻ ഒരു റിഫ്യൂസൽ, ആദ്യമേ എന്നെ എടുക്കില്ല എന്നെ റിജക്ട് ചെയ്തിട്ടുള്ള ഒരു അദ്ദേഹത്തിന് കണ്ണിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആസ് ഇഫ് ടു ബോത്ത് ജസ്റ്റിഫൈ ദാറ്റ് റെഫ്യൂസൽ, ആ റെഫ്യൂസൽ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട്, ആൻഡ് ഹ്യൂമിലിയേറ്റ് മീ, എന്നെ നാണം കെടുത്താനായിട്ട് അദ്ദേഹം പറഞ്ഞു. ഹി സെഡ്, വൈ ഡോണ്ട് യു ഗോ ആൻഡ് വർക്ക് ഇൻ യുവർ ഓൺ കൺട്രി, അല്ലെ, നിനക്ക് നിന്റെ നാട്ടിൽ പോയിട്ട് ജോലി നോക്കിക്കൂടെ, എന്തിനാ അവിടെ വന്നിട്ടുള്ള എന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു. അതായത് ഇവിടെയും നമ്മുടെ ഈ ബേക്കറിക്കാരൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രിഫറൻസ് നാഷണൽ തന്നെയാണ്, അവരുടെ നാട്ടുകാർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ ജോലിക്ക് എടുക്കാനായിട്ട് യാതൊരു ഇഷ്ടവും അദ്ദേഹത്തിനില്ല. പക്ഷെ അദ്ദേഹം അതൊന്ന് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്താണ്, എനിക്ക് എന്താ അറിയില്ല, ഇവിടുത്തെ ഡയലക്ട് അറിയില്ല, അൽസേഷൻ അറിയില്ലല്ലോ എന്ന് എന്ത് ചെയ്യാണ്, പറയാണ് അല്ലെ. അങ്ങനെ ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പുറത്തോട്ട് അതിന്റെ മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അകത്തിൽ അതിന്റെ മറുപടി നമ്മൾ പറയല്ലോ. അതേമാതിരി ഇവിടെ പറയാണ്, അവിടെ ഞാൻ മനസ്സിന്റെ അകത്ത് പറയാണ്, ഇന്റേണലി
ഐ ലെറ്റ് ലൂസ് അല്ലെ. ഞാൻ എന്റെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്റെ ക്ഷമയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്റേണലി ഇവള് പറഞ്ഞു അല്ലെ. യു ഔട്ട് ടു ബി ആസ്കിങ്, നിങ്ങൾ ഉറപ്പായിട്ടും എന്നോട് ചോദിക്കണം, വൈ ഐ ഈവൻ വാണ്ട് യുവർ സ്റ്റിങ്കിങ് ജോബ്. ഈ സ്റ്റിങ്കിങ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗൾ സ്മെൽ, അതായത് ചീത്ത വാസനയുള്ള ജോലി. അതായത് നിങ്ങൾ എന്നോട് ചോദിക്കണം, നിങ്ങളുടെ ചീത്ത വാസനയുള്ള നിങ്ങളുടെ ബാഡ് ആയിട്ടുള്ള ജോലി എന്തിനാ എനിക്ക് വേണ്ടത് നിങ്ങൾ എന്നോട് ചോദിക്കൂ. ഗുഡ് ബൈ സർ. You have impoverished our African soil by making us grow sugar cane and peanuts for your people. എന്താണ് impoverished എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂറാക്കുക, ദരിദ്രരാക്കുക. അതായത് ഗുഡ് ബൈ സർ, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെന്നാ പണ്ടുള്ളത്, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അല്ലെ ഞങ്ങളെ കൊണ്ട് ഷുഗർ കെയിൻ, അതായത് കരിമ്പും പീനട്സ് നിലക്കടലയൊക്കെ ഞങ്ങൾ ആഫ്രിക്കൻ സോയിൽ കൃഷി ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ആഫ്രിക്കൻ നാട് ആഫ്രിക്കൻ സോയിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്നാ പണ്ടുള്ളത് ഇംപോവറൈസർ ആയിട്ടുണ്ട്, പൂറാക്കിയിട്ടുണ്ട്, അങ്ങനെ ദരിദ്രരാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങളെ കൊണ്ട് അതും ഇതൊക്കെ കൃഷി ചെയ്യിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ദരിദ്രരാക്കി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട്. യു ഹാവ് പ്ലൻഡേഡ്. എന്താ പ്ലൻഡേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട് അവർ റിസോഴ്സസ്, ഞങ്ങളുടെ റിസോഴ്സസ്, ഞങ്ങളുടെ സ്രോതസ്സുകൾ, സ്പൈസസ് ആയിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടു എൻറിച്ച് യുവർ കൺട്രി, അതായത് നിങ്ങളുടെ രാജ്യത്തെ സമ്പത്ത്വൽക്കരിക്കാനായിട്ട് അല്ലെ, അറ്റ് അവർ എക്സ്പെൻസ്, എന്താണ് ഞങ്ങളുടെ എക്സ്പെൻസിൽ. അതായത് ഇവിടെ കോളനിവൽക്കരണമാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ആൻഡ് ടു ടോപ്പ് ഓഫ് ഇറ്റ് ആൾ ഓഫ്, ഇതിന്റെ ഒക്കെ പുറമെ യു ഹാവ് യൂസ്ഡ് മൈ പീപ്പിൾ ആസ് കനൻ ഫോഡർ, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആളുകളെ കനൻ ഫോഡർ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോൾജേഴ്സിനെ സെന്റ് ടു വാർ ഫണ്ട്, യുദ്ധമുഖത്തോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്, നിങ്ങളെ യുദ്ധത്തിലോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് ഞങ്ങൾ ആളുകളെ. എ വാർ ഇൻ വിച്ച് യു മെയ്ഡ് ദം കിൽ ഇൻ ദ നെയിം ഓഫ് ഫ്രീഡം, അതായത് ഒരു യുദ്ധം അവിടെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ കൊന്നൊടുക്കിയിട്ടുണ്ട് അല്ലെ. യു റെഫ്യൂസ് ദം ഇൻ ദെയർ ഓൺ ആഫ്രിക്കൻ സോയിൽ, അവരെ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞത്, ആഫ്രിക്കൻ സോയിൽ ജീവിക്കാൻ എന്ത് ചെയ്തിട്ടില്ല, അനുവദിച്ചിട്ടില്ല എന്ന് പറയാണ്. അതായത് മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ മൊത്തം യൂറോപ്യൻസും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേപോലെയുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വന്ന് കണ്ട് അവിടെ കോളനിവൽക്കരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഫ്രാൻസും വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതെല്ലാം അവളുടെ മൈൻഡിലുണ്ട്. അപ്പൊ അതൊക്കെ അവൾക്ക് പറയണമെന്നുണ്ട്. പക്ഷെ ഇതെല്ലാം അവളുടെ മനസ്സിൽ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ദരിദ്രമാക്കിയിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ നാട്ടുകാരോട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഷുഗർ കെയിനും പീനട്സും, അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമ്മളെ കരിമ്പും പീനട്സ് ഒക്കെ കൃഷി ചെയ്യിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആകെ ഇല്ലാതാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സ്രോതസ്സുകളൊക്കെ എന്ത് ചെയ്ത് കൊള്ളയടിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്ത് കണ്ട് കുറെ ആളുകൾ യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് കുറെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാം ലോക മഹായുദ്ധത്തും രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ ഇവളുടെ മനസ്സിൽ ഇങ്ങനെ പറയാം. ഇത് അവൾ ഒരിക്കലും അയാളോട് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല കേട്ടോ. സ്റ്റിൽ വിത്തൗട്ട് വർക്ക്, അങ്ങനെ എപ്പോഴും ജോലി ഇല്ലാതെ 3 days later, 3 ദിവസത്തിന് ശേഷം, ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ത്രൂ ദ ഫ്രീ പേപ്പർ അഗൈൻ, ഞാൻ വീണ്ടും ആ പേപ്പറിലോട്ട് അതേപോലെ ഫ്രീ പേപ്പറിലോട്ട് ഇങ്ങനെ നോക്കാൻ തുടങ്ങി, എന്തെങ്കിലും ജോലി കിട്ടുമോ നോക്കാണ്. എ ന്യൂ ആഡ് കോട്ട് മൈ ഐ, അങ്ങനെ പെട്ടെന്ന് എന്റെ ശ്രദ്ധയിലോട്ട് പുതിയൊരു പരസ്യം എന്ത് ചെയ്തിട്ടുണ്ട് വന്നു. എന്താണ്, ട്യൂട്ടർ റിക്വയർഡ് അല്ലെ, അതായത് ട്യൂഷൻ അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപകയെ ആവശ്യമുണ്ട് ഫോർ ഫ്രഞ്ച് ലെസൺസ്. എന്തെടുത്ത് കൊടുക്കാനാണ്, ഫ്രഞ്ച് ലെസൺസ് എടുത്ത് കൊടുക്കാനാണ്. ഡിഗ്രി എസെൻഷ്യൽ, ഡിഗ്രി ആവശ്യമാണ്, മസ്റ്റ് ആയിട്ട് വേണം. കോൾ ആഫ്റ്റർ 7 PM, 7 മണിക്ക് ശേഷം വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറും കൊടുത്തു. ഐ ടുക്ക് ഡൗൺ ദ നമ്പർ, ഞാൻ ആ നമ്പർ എഴുതി എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദിസ് ടൈം ഡിഡിന്റ് മെൻഷൻ ഇറ്റ് ടു മൈ ഫ്രണ്ട്, ഇത്തവണ എന്റെ സുഹൃത്തിനോട് എന്ത് ചെയ്തിട്ടില്ല, ഞാനത് പറഞ്ഞിട്ടില്ല. മുമ്പ് ആ ബേക്കറിയിലോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സുഹൃത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് അടിച്ചല്ലോ അല്ലെ. ഇനി ഷീ വുഡ് ഹാവ് ആസ്ക്ഡ് മീ, അതായത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ എന്നോട് ചോദിക്കുമായിരുന്നു, ഹൗ ഇറ്റ് ഹാഡ് ഗോൺ അറ്റ് ദ ബേക്കറി, ബേക്കറിയിൽ എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്, നടന്നത് എന്താണെന്ന് എന്ത് ചെയ്യും ചോദിക്കും. ആൻഡ് വുഡിന്റ് ഹാവ് ബിലീവ്ഡ് വാട്ട് ഐ ടോൾഡ് ഹർ, ഞാൻ എന്താണോ അവളോട് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ അതൊന്നും അവൾ എന്ത് ചെയ്യില്ല, വിശ്വസിക്കില്ല. അപ്പൊ അതൊന്നും പറഞ്ഞില്ല. അറ്റ് 7:10 PM, അങ്ങനെ 7:10 ഐ റാങ്ക് ദ നമ്പർ, ഞാൻ ആ ബെല്ലിലോട്ട് ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, സോറി ആ നമ്പറിലോട്ട് അടിച്ചു. എ വുമൺ ആൻസേർഡ്, ഒരു സ്ത്രീയാണ് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷീ ടോൾഡ് മീ ഷീ വാസ് എ കാഷ്യർ അറ്റ് വൺ ഓഫ് ദ ബിഗ് സ്ട്രാൻസ്ബർഗ് സൂപ്പർ മാർക്കറ്റ്സ്, അതായത് അവള് ഒരു സ്ട്രാൻസ്ബർഗ് സൂപ്പർ മാർക്കറ്റ് ഒരു ശൃംഖലയാണ് കേട്ടോ, അതിലൊരു സൂപ്പർ മാർക്കറ്റിൽ കാഷ്യർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷീ വാസ് ലുക്കിംഗ് ഫോർ സംവൺ ടു ട്യൂട്ടർ ഹെർ 11-year-old ഡോട്ടർ, അവൾ എന്ത് നോക്കാന്നാ പറഞ്ഞിട്ടുള്ളത്, സംവൺ ടു ട്യൂട്ടർ, ഒരാളെ നോക്കാണ്, ടു ട്യൂട്ടർ പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലെ, ഹെർ 11-year-old ഡോട്ടർ, അവളുടെ 11 വയസ്സുകാരിയായിട്ടുള്ള മകളെ പഠിപ്പിക്കാനായിട്ട് ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷീ സജസ്റ്റഡ് മീറ്റിംഗ് ദ ഫോളോവിങ് ആഫ്റ്റർനൂൺ, അവൾ പറഞ്ഞു ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം എന്നാ പറഞ്ഞത്, നാളെ വൈകുന്നേരം എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നാളെ ഉച്ച കഴിഞ്ഞുള്ള സമയം ആഫ്റ്റർനൂൺ നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇൻ എ സിറ്റി സെന്റർ കഫേ, എവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്, ഒരു സിറ്റി സെന്റർ കഫേയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ when I arrived at the cafe, it was packed. അങ്ങനെ ഞാൻ ആ കഫേയിൽ വന്നപ്പോ അത് ആകെ പാക്കഡ് ആയിരുന്നു, അത് നിറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു പറഞ്ഞില്ലേ. ബട്ട് മാഡം ഹാഡ് ടോൾഡ് മീ, മാഡം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷീ വുഡ് ബി വെയറിംഗ് എ വൈറ്റ് ജേഴ്സി വിത്ത് ബ്ലൂ സ്ട്രൈപ്സ് അല്ലെ. മാഡം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പറയുന്നത് ഇപ്പൊ 90-കളുടെ കഥയാണ് കേട്ടോ പറയുന്നത്. പണ്ടത്തെ മാതിരി മൊബൈൽ ഫോൺ ഒന്നും അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, ഇറങ്ങിയിട്ടില്ലല്ലോ, ഫോൺ ഉണ്ട് എന്നല്ലാതെ അല്ലെ. അതുപോലെ തന്നെ ബട്ട് മാഡം ഹാഡ് ടോൾഡ് മീ, മാഡം എന്നോട് പറഞ്ഞു, ഷീ വുഡ് ബി വെയറിംഗ് എ വൈറ്റ് ജേഴ്സി, മാഡം എന്താ ധരിക്കാന്നാ പറഞ്ഞത്, ഒരു വൈറ്റ് ജേഴ്സി ആയിരിക്കും ധരിക്കുക വിത്ത് ബ്ലൂ സ്ട്രൈപ്സ്, അതിലെന്തുണ്ടാവും എന്നാണ് പറഞ്ഞത്, ബ്ലൂ സ്ട്രൈപ്സ് ഉണ്ടാവും, ഒരു നീല വരവരകളൊക്കെ എന്താ ഉണ്ടാവും, നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. അതേമാതിരി
ഐ സ്പോട്ടഡ് ഹെർ ഇമ്മീഡിയറ്റ്ലി. അത് പറഞ്ഞുകൊണ്ട് ഞാൻ മാഡത്തെ വേഗം എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, വേഗം സ്പോട്ട് ചെയ്തു. ഐ ഇൻട്രൊഡ്യൂസ്ഡ് മൈസെൽഫ്. അങ്ങനെ ഞാൻ എന്നെ മാഡത്തിന് പരിചയപ്പെടുത്തി. ആൻഡ് ഷോവഡ് ഹെർ, ഞാൻ മാഡത്തിന് കാണിച്ചു കൊടുത്തു. എ പാർട്ട് ഓഫ് മൈ ബ്രെയിൻ, എന്റെ ബ്രെയിന്റെ ഭാഗം കാണിച്ചു കൊടുത്തു. ദാറ്റ് ഹാഡ് ബീൻ ലൈയിങ്, അത് കിടക്കുകയായിരുന്നു ഡോർമെന്റ്, ഇനാക്റ്റീവ് ആയിട്ട് ഒരു ഫോൾഡറിൽ. സത്യം പറഞ്ഞാൽ എന്താണ്, ബ്രെയിന് തലച്ചോറെടുത്ത് കാണിച്ചു കൊടുക്കണോ? അല്ല. ചിലപ്പോൾ അവള് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവളുടെ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഫേമസ് ഡിഗ്രി. എന്റെ ആ ഫേമസ് ഡിഗ്രി എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചു കൊടുത്തു അല്ലെ. അങ്ങനെ ഈ നമുക്ക് ചിത്രം കാണാൻ ആയിട്ട് പറ്റുന്നുണ്ട്. ആ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. അത് ഇവർ എടുത്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം, വായിച്ചു നോക്കണം. അപ്പൊ ഒരു വെയിറ്റർ അവിടെ വരികയാണ്. ദെൻ ദ വെയിറ്റർ അപ്രോച്ച്ഡ് ഇൻ എ ഫ്രണ്ട്ലി വേ. അങ്ങനെ വെയിറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്രണ്ട്ലി വേല് എന്നെ അപ്രോച്ച് ചെയ്യുന്നു. എന്നിട്ട് ചോദിക്കാണ്, ആൻഡ് ഫോർ യു മാഡം, നിങ്ങൾക്ക് എന്താ മാഡം വേണ്ടത്? ഐ ഓർഡേഡ് സം കൈൻഡ് ഓഫ് മോക്ടെയിൽ. ഞാൻ ഒരു തരത്തിലുള്ള ഒരു ഫ്യൂഷൻ ഡ്രിങ്ക് മോക്ടെയിൽ ആണ് എന്ത് ഓർഡർ ചെയ്തത്. തിങ്കിങ്, ചിന്തിച്ചിട്ട്. ദാറ്റ്സ് ഫണി. ഇത് ഭയങ്കര രസകരമാണല്ലോ. വെൻ ദേ വാണ്ട് ടു സെൽ സംതിങ്, അതായത് ഇവിടെ ഫ്രാൻസിൽ എന്തെങ്കിലുമൊക്കെ വിൽക്കണം എന്നുണ്ടെങ്കിൽ നാഷണൽ പ്രിഫറൻസ് ഈസ് നൗ ടു ബി സീൻ. അപ്പൊ നാഷണൽ പ്രിഫറൻസ് എവിടെയും എന്തെയില്ല, കാണില്ല അല്ലെ. അതായത് ജോലിന്റെ കാര്യത്തിൽ മാത്രമേ എന്തുള്ളൂ, നാഷണൽ പ്രിഫറൻസ് ഉള്ളൂ എന്ന് പറയാണ്. ദ വെയിറ്റർ ബ്രോട്ട് മൈ ഗ്ലാസ്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, വെയിറ്റർ എന്റെ ഗ്ലാസ് എന്ത് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു. ദ വുമൺ ഓപ്പോസിറ്റ് മീ, എന്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആ സ്ത്രീ, അതായത് ആ മറ്റേ കാഷ്യർ ആയിട്ടുള്ള സ്ത്രീ, എക്സാമിനഡ്, അവൾ എന്ത് ചെയ്തു, നോക്കി ദ പീസ് ഓഫ് പേപ്പർ, ഞാൻ കൊടുത്ത പീസ് ഓഫ് പേപ്പർ നോക്കി. ദെൻ ഗേവ് ഇറ്റ് ബാക്ക് ടു മീ, എന്നിട്ട് അത് എനിക്ക് തിരിച്ചു തന്നു. എന്നിട്ട് പറയാണ്, ഐ വാണ്ട് എ യൂറോപ്യൻ ടൈപ്പ് പേഴ്സൺ. എനിക്ക് ആവശ്യം ഒരു യൂറോപ്യൻ ടൈപ്പ് പേഴ്സൺ. അതായത് ഇവൾക്ക് ആരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, നമ്മുടെ ഫാറ്റോ ഡിയോമിൻ എന്ത് ചെയ്തിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവളുടെ കളർ എന്താണ്, ബ്ലാക്ക് കളറാണ്. ലിഫ്റ്റിംഗ് ഹെർ ചിൻ ഇൻ ദ എയർ, അവളുടെ താടി വല്ല എയറിൽ നിങ്ങൾ പൊക്കിയിട്ട് അവള് കൂട്ടിച്ചേർത്തു. ഐ ഡോണ്ട് വാണ്ട് എനി വൺ മെസ്സിങ് അപ്പ് മൈ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ. അതായത് നമ്മൾ ചിലപ്പോൾ പറയില്ല, എന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയില്ല. അതായത് ഇവരുടെ വിചാരം ഈ ബ്ലാക്സ് ആയിട്ടുള്ള നമ്മളെ ഫാറ്റ് ഡിയാമി പോലുള്ള ആളുകൾക്കൊന്നും ഒന്നും അറിയില്ല, ഇവർക്ക് പണിയെടുക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല എന്ന രീതിയിലാണ് ഇവരുടെ ഒരു വിചാരം ഉള്ളത്. അപ്പൊ എന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു ചലഞ്ച് വെക്കുന്നത് നല്ലതല്ലോ അല്ലെ, റിസ്ക് എടുക്കണ്ടല്ലോ. മാഡം ഈസ് ഫ്രഞ്ച്, മാഡം ഫ്രഞ്ചുകാരിത്തിയാ, ട്രൂ, ശരിയാ. ബട്ട് ഹാസൻ ഈവൻ പാസ്ഡ് ഹെർ ഡിഗ്രി, പക്ഷെ അവൾ എന്ത് ചെയ്തിട്ടില്ല, അവളുടെ ഡിഗ്രി അവൾ എന്ത് ചെയ്തിട്ടില്ല, പാസ് ചെയ്തിട്ടില്ല. ആൻഡ് സീംസ് ടു തിങ്ക്, മാഡം എന്താണ് ചിന്തിക്കുന്നത് പറഞ്ഞിട്ടുള്ളത്, ഷീ കുഡ് നോട്ട് ട്യൂട്ടർ ഹെർ ഡോട്ടർ ഹെർസെൽഫ്. അതായത് മാഡം ഫ്രഞ്ചുകാരത്തിയാണ്, മാഡം എന്ത് ചെയ്തിട്ടില്ല, മാഡത്തിന്റെ ഡിഗ്രി എന്ത് ചെയ്തിട്ടില്ല, മാഡം പാസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മാഡത്തിന് അറിയാം തനിക്ക് വലിയ വിവരമില്ല, അതുകൊണ്ട് തന്നെ തന്റെ മകളെ തനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് മാഡത്തിന് അറിയാം. ഷീ ഈസ് റിഫ്യൂസിങ് മീ വർക്ക്, അതായത് എന്നെ റിജക്ട്, എനിക്ക് ജോലി തരുന്നില്ല. ഓൺ അക്കൗണ്ട് ഓഫ് മൈ ബ്ലാക്ക് ലിപ്സ്, എന്തിന്റെ കാരണം കൊണ്ടാ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, എന്റെ കറുത്ത ചുണ്ടിന്റെ കാരണം കൊണ്ട്. അതായത് എന്റെ സ്കിൻ കളർ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ബ്ലാക്ക് ആയതുകൊണ്ടാ. വിച്ച് ക്യാൻ ഡ്രോൺ, അത് ഡ്രോൺ മീൻസ് ടോക്ക് കണ്ടിന്യൂസ്ലി, അത് നിർത്താതെ സംസാരിക്കും. ദ നൈസറ്റീസ്, അതായത് ഫൈൻ ആയിട്ടുള്ള ഫ്രഞ്ച് ഗ്രാമർ ബെറ്റർ ദാൻ ഹേഴ്സ്, എന്റെ ചുണ്ടുകള്, എന്റെ കറുത്ത ചുണ്ടുകള് ആ മാഡം സംസാരിക്കുന്നതിനേക്കാളേറെ നല്ല അടിപൊളിയായിട്ട് ഫ്രഞ്ച് ഗ്രാമർ എന്ത് ചെയ്യും, സംസാരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ജോലി തരാത്തത് അല്ലെ. പവറിംഗ് മോക്ടെയിൽ ഓൺ ടോപ്പ് ഓഫ് മൈ റേജ്. അങ്ങനെ ഇവള് ആ മോക്ടെയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിച്ചു കാണാൻ എന്ത് ചെയ്യാണ്, ഇവള് കുടിക്കുന്നുണ്ട് അല്ലെ, ഒഴിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, അതായത് ഇവൾക്ക് അത്യാവശ്യം നല്ല ദേഷ്യം വന്നിട്ടുണ്ട് അല്ലെ, റേജ് വന്നിട്ടുണ്ട്. ഐ സ്റ്റാൻഡ് അപ്പ് ആൻഡ് ലീവ് ഹെർ വിത്ത് എ പാർട്ടിംഗ് ഷോട്ട്, അതായത് ഞാനൊരു ഒരു ചെറിയൊരു അടി കൊടുത്തിട്ട് ഒന്ന് പോകാം, അതായത് കുറച്ച് ഒരു ഡയലോഗ് അടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് അവള് നീക്കുകയാണ്. ഗുഡ് ബൈ മാഡം, മാഡം ഗുഡ് ബൈ. ഇഫ് യു ഹാഡ് വാട്ട് ഐ ഹാവ് ബിറ്റ്വീൻ മൈ ഇയേഴ്സ്, അതായത് എന്റെ ചെവികൾക്കിടയിലുള്ളത് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, യു വുഡൻ ബി വർക്കിംഗ് ആസ് എ സൂപ്പർ മാർക്കറ്റ് കാഷ്യർ, നിങ്ങൾ ഒരിക്കലും ഒരു സൂപ്പർ മാർക്കറ്റ് കാഷ്യർ ആയിട്ട് വർക്ക് ചെയ്യില്ലായിരുന്നു എന്ന് എന്ത് ചെയ്യാണ്, പറയാണ്. അതായത് എന്റെ ചെവിക്കിടയിലുള്ളത് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു സൂപ്പർ മാർക്കറ്റ് കാഷ്യർ ആവില്ലായിരുന്നു എന്ന് പറയാണ് അല്ലെ. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്, എന്റെ ചെവിക്കിടയിലുള്ളത് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ബ്രെയിൻ ആണ്. അതായത് എന്റെ പോലെ തലച്ചോറ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് കാഷ്യറേ ആവില്ലായിരുന്നു എന്ന് പറയാണ്. അത് കേട്ടപ്പോ ഈ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്, നമ്മുടെ കാഷ്യറിന് ആകെ ദേഷ്യം വന്നു അല്ലെ. കം ബാക്ക്, തിരിച്ചു വാടി. ഷീ ക്രൈസ്, അവൾ നിലവിളി ഉറക്കെ പറഞ്ഞു. യു ഹാവ് പെയ്ഡ് ഫോർ യുവർ ഡ്രിങ്ക്, നീ ഇപ്പൊ മടമട കുടിച്ചല്ലോ ഒരു വെള്ളം, നീ അതിന്റെ പൈസ കൊടുത്തിട്ടില്ല. നോ, ഞാൻ കുടിക്കില്ല. ആര്, ഫാറ്റോഡിയോമി പറയാണ്. റിയലി ഹ്യൂമറസ്ലി, തമാശയോടെ ആണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഒരു നർമ്മത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ദ പ്ലഷർ ഈസ് ആൾ യുവേഴ്സ്, അത് നിങ്ങളുടെ സന്തോഷം മാഡം. തിങ്ക് ഓഫ് ഇറ്റ് ആസ് ട്രാവൽ എക്സ്പെൻസ്, അതായത് അതിന്റെ പൈസ എന്റെ ട്രാവൽ എക്സ്പെൻസ് ആയിട്ട് ചിന്തിച്ചോളൂ. ബീങ് എ കാഷ്യർ, നിങ്ങളൊരു കാഷ്യർ അല്ലേ, യു വിൽ നോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ദാറ്റ് എവറിത്തിങ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ, എല്ലാത്തിനും പൈസ കൊടുക്കണം നിങ്ങൾക്ക് അറിയാമല്ലോ. ഈവൻ ദ സർവീസസ് ഓഫ് കളറഡ്സ് അല്ലെ, ഞങ്ങളെ കളറഡ്സിന്റെ അല്ലെ, അതായത് കളറഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് പേഴ്സൺ എന്നാണ് അർത്ഥം. അതായത് കറുത്തവർഗ്ഗക്കാരുടെ എന്ത് സർവീസിനും പൈസ കൊടുക്കണല്ലോ. ആസ് യു കോളേഴ്സ്, ഞങ്ങൾ അങ്ങനെയല്ലേ വിളിക്കുന്നത്, കളറഡ്സ് എന്നല്ലേ വിളിക്കുന്നത്. അതായത് കേട്ടപ്പോ ഇവിടെ എതിർത്ത് പറയല്ലേ, ഇവിടെ നാട്ടിൽ വന്നിട്ട് വേറൊരു നാട്ടുകാർക്ക് ഇങ്ങനത്തെ ഡയലോഗ് അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ കാഷ്യറിന് എന്ത് ചെയ്യും, ദേഷ്യം വരും. ഐ ഹേർഡ് ദ കാഷ്യറിയൽ, ആ കാഷ്യർ അലറി വിളിക്കുന്ന ഞാൻ കേട്ടു. ഗോ അല്ലെ, ദേഷ്യത്തോടെ പറയാ, ഗോ ബാക്ക് ടു യുവർ ജംഗിൾ, നീ നിന്റെ കാടുകളിലോട്ട് പോ അല്ലെ. ആഫ്രിക്കയിലെ കൂടുതൽ കാടുകൾ ഉണ്ടല്ലോ, നീ അതിലോട്ട് പോ
അല്ലെ? മൈ മദർ ഇൻ ലോ ഹാഡ് ഷൗട്ടഡ് എക്സാക്ട്ലി ദ സെയിം ഫ്രൈസ് അറ്റ് മീ. അതായത് എന്റെ അമ്മായിയമ്മയും എന്നോട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ടേ ഇതേ ഫ്രൈസ് എന്നോട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു, ഇതേ കാര്യം തന്നെ. എന്തോ ചൂടായപ്പോ ഗോ ബാക്ക് ടു യുവർ ജംഗിൾ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് പറയാണ്, നമ്മൾ പറഞ്ഞു അവള് ഡിവോഴ്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? അപ്പോ ഇവള് വിട്ടുകൊടുത്തില്ല. യു ഷുഡ് കം വിത്ത് മീ, നിങ്ങൾ എന്റെ കൂടെ വന്നോളൂ. ഫോർ ദ ഫ്രഷ് എയർ ഇൻ ദ ജംഗിൾ, അതായത് കാടിലെ ഫ്രഷ് എയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശ്വസിക്കാം. ഐ റിട്ടോർട്ടഡ്, ഞാൻ അതിനൊരു മറുപടി കൊടുത്തു. ഇറ്റ്സ് റിവിറ്റലൈസിങ്, റിവിറ്റലൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗീവ് ന്യൂ ലൈഫ്, അത് നമുക്കൊരു പുതിയ ജീവിതം തരും, ലൈഫ് തരും. ആൻഡ് വുഡ് സേവ് യു ഫേസ് ലിഫ്റ്റ്, അല്ലെ? നിങ്ങളുടെ മുഖവും കാര്യങ്ങളും അല്ലെ, ഫേസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ ഒന്ന് എന്ത് ചെയ്യും, അത് മാറ്റും. അതായത് നമുക്ക് ഓരോരോ ചിന്തകൾ ഉണ്ടാവുമല്ലോ, ആ ചിന്തകളൊക്കെ അത് എന്ത് ചെയ്ത് മാറ്റി തരും. അപ്പൊ നമ്മൾ എവിടേക്കെങ്കിലൊക്കെ എന്ത് ചെയ്യുമ്പോൾ, യാത്രയും മറ്റൊക്കെ പോകുമ്പോൾ, അതായത് നമ്മളെ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാകുമ്പോൾ നമ്മുടെ ഒരു ചിന്തയും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുമല്ലോ, മാറ്റല്ലോ. അതേപോലെ തന്നെയാണ് എന്ത് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അത് നിങ്ങളുടെ ഫേഷ്യൽ അപ്പിയറൻസ് ഒക്കെ എന്ത് ചെയ്യും, മാറും എന്നാണ് ഈ ഫേസ് ലിഫ്റ്റ് കൊണ്ട് എന്ത് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ റിവിറ്റലൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു ജീവിതം തരും, അല്ലെങ്കിൽ നമ്മൾ നല്ല എനർജി ആവുന്നൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് കേട്ടപ്പോ ഷീ സാറ്റ് ദർ മട്ടറിങ്, അവൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, പിറുപിറുക്കുകയാണ്. എന്താ മട്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതുക്കെ എന്തൊക്കെയെന്നാണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷീ വാസ് സ്കാർലെറ്റ്. എന്താണ് സ്കാർലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ് റെഡ്, ദേഷ്യം വന്നിട്ട് മുഖമെല്ലാം ചുവന്ന് തുടുത്തിട്ടുണ്ട് അല്ലെ? ഇൻസൈഡ് അല്ലെ? ഞാൻ എന്റെ മനസ്സിന്റെ അകത്ത്, അതായത് ഇതിപ്പോ ഇവളുടെ അവസ്ഥയാണ്, ഇവളിങ്ങനെ ഇപ്പൊ കണ്ടില്ലേ, നമുക്ക് ഇവിടെ ചിത്രം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫാറ്റോഡിയോമി ഇവളോട് ഇങ്ങനെ ഈ ഡയലോഗ് അടിച്ചാണ്. അപ്പൊ ഇവളുടെ ഒരു മുഖഭാവം കണ്ടില്ല, ഒരു അന്തം വിട്ടിട്ടില്ല. അപ്പൊ ഈ ചുറ്റുമുള്ള ആളുകളുടെ ഒരു അവസ്ഥ കണ്ടോ, എന്താണ് ഇപ്പൊ ഇത് ഇവളിപ്പോ ഇതിലൂടെ അല്ലെ, അവരൊക്കെ ചിന്തിക്കുകയാണ്. അതായത് ഫാറ്റോഡിയോമി എന്ത് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്, പിന്നെ പറ്റ ക്ഷമ, പിന്നെ അതായത് ക്ഷമയുടെ നെല്ലിപ്പടി കടന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വർത്തമാനം എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇൻസൈഡ് എന്റെ മനസ്സിനകത്ത് ഐ താങ്ക്ഡ് ഗോഡ്, ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. ഫോർ നോട്ട് അഫ്ലിക്റ്റിംഗ് മീ. അഫ്ലിക്റ്റിംഗ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദന, പ്രോബ്ലത്തിന്റെ എന്തെങ്കിലും ഒരു വേദന. മീ വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ മാർക്ക് ഓഫ് എംബ്രേസ്മെന്റ് ഓർ ആങ്കർ. അതായത് ഇപ്പൊ ഈ എംബ്രേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകംഫർട്ടബിൾ ആണ്, ആങ്കർ എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്. ഒരാള് ഇപ്പൊ നമ്മളോട് എന്ത് ചെയ്യാൻ ദേഷ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ നമ്മളെ അൺകംഫർട്ടബിൾ ആക്കാൻ നമുക്കൊരു ജാതി നമ്മുടെ മനസ്സിന് ഒരു ജാതി മുഷിപ്പ് ഉണ്ടാവുമല്ലോ, ഒരു ചടപ്പ് ഉണ്ടാവുമല്ലോ അല്ലെ? അത് ഇവൾക്ക് എന്ത് ചെയ്തിട്ടില്ല, തോന്നിയിട്ടില്ല. കാരണം ഈ എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ ഫ്രഞ്ച് വനിത, ഈ കാഷ്യർ, അവളെ എന്ത് തെറി വിളിച്ചിട്ടില്ല എന്നുള്ളത്, പക്ഷെ നല്ല കുത്തുവാക്കാ പറഞ്ഞിട്ടുള്ളത് അല്ലെ? നീ നിന്റെ കാട്ടിലോട്ട് പോയിക്കോ, നീ കുടിച്ച വെള്ളത്തിന് എന്ത് ചെയ്തില്ല, പൈസ കൊടുത്തിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പറയുമ്പോ, അത് കേട്ടിട്ട് ഇവളുടെ മനസ്സിൽ എന്ത് ചെയ്തിട്ടില്ല, സങ്കടം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തിനോട് എന്ത് ചെയ്യുന്നു, നന്ദി പറയുന്നു. മൈ സ്കിൻ, എന്റെ തൊലി അല്ലെ, അറ്റ്ലീസ്റ്റ് അത് ബ്ലാക്ക് ആയിക്കോട്ടെ, വൈറ്റ് ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് ആൾവേസ് കീപ്സ് ഹിസ് ഡിഗ്നിറ്റി, അറ്റ്ലീസ്റ്റ് അതിന്റെ ഡിഗ്നിറ്റി, അതായത് അതിന്റെ അന്തസ്സെങ്കിലും കീപ്പ് ചെയ്യണ്ടേ അല്ലെ? ഗുഡ് റീഡൻസ് മാഡം. ഓക്കെ മാഡം, അതൊരു എന്താണ് പറയുക, റിലീഫിന്റെ എക്സ്പ്രസ് ആണ്. അതെ, ഓക്കെ, നല്ല വരട്ടെ മാഡം, ഞാൻ എന്താ പോട്ടെ എന്ന് എന്ത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അവൾ എന്ത് ചെയ്യാണ്, അവിടുന്ന് പോവാണ്. അങ്ങനെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യമല്ലേ അപ്പൊ നേരത്തെ ആ സ്ത്രീ സംസാരിക്കാൻ വന്നത്. അപ്പൊ അവൾ പാവം തോന്നിയിട്ട് അവളുടെ ഒരു വെളുത്തവർഗക്കാരിയായിട്ടുള്ള ഒരു സുഹൃത്തിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാഡത്തിന്റെ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ കാര്യമാണ് അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ദാറ്റ് ഈവനിങ് ഐ കാൾഡ് എ ഫ്രണ്ട് ഫ്രം കോളേജ്. അന്നത്തെ ദിവസം വൈകുന്നേരം ഞാൻ കോളേജിൽ ഒരു ഫ്രണ്ടിനെ എന്തെങ്കിലും വിളിച്ചു. എ റിയൽ വൈറ്റ് ഗേൾ, അവള് ഒരു വെളുത്തവർഗക്കാരിയാട്ടോ, ഫ്രഞ്ച് ഗേൾ തന്നെയാണ്. ഷി വാസ് ലുക്കിംഗ് ഫോർ സം പാർട്ട് ടൈം വർക്ക് വൈൽ ഷീ ഡിഡ് ഹെർ ഡിഗ്രി. അവള് പിന്നെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവള് പാർട്ട് ടൈം വർക്ക് എന്ത് ചെയ്യാണ്, നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഐ ഗേവ് ഹെർ ദ കാഷ്യേഴ്സ് നമ്പർ. ഞാൻ ആ കാഷ്യേഴ്സിന്റെ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, അവൾക്ക് കൊടുത്തു. ദ നെക്സ്റ്റ് ഈവനിങ് ഹെർ ഹാപ്പി വോയിസ് റാങ് ഔട്ട് ഓഫ് മൈ ആൻസറിംഗ് മെഷീൻ അല്ലെ? പിറ്റേ ദിവസം എന്റെ ആൻസറിംഗ് മെഷീനിൽ അവളുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഹാപ്പി വോയിസ് ഞാൻ കേട്ടു. അതായത് ഇന്നിപ്പോ നമ്മള് വാട്സാപ്പിലൊക്കെ വോയിസ് വിടുന്ന മാതിരി പണ്ട് നമ്മുടെ ഫോണിലൂടെ, ലാൻഡ് ഫോണിലൂടെ ഒക്കെ അതേമാതിരി വോയിസ് വിടായിരുന്നു. നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വോയിസ് മെയിൽ ആയിട്ടൊക്കെ എന്ത് ചെയ്യുക, വിടാം, ആ രീതിയിലാട്ടോ. അങ്ങനെ ഒരു ആൻസറിംഗ് മെഷീനിലൂടെ ഞാൻ അവളുടെ വോയിസ് കേട്ടു. എന്താണ്, താങ്ക്സ് ഫോർ ദ ടിപ്പ്, ഈ പറഞ്ഞ ടിപ്പിന് നന്ദി. ഐ സ്റ്റാർട്ടഡ് വർക്ക് ഫോർ ദാറ്റ് ലേഡി ദിസ് മോർണിംഗ്. ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഇന്ന് ദിവസം രാവിലെ മുതൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ബട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നീ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ഷീ ഹാസ് എ നെയ്ബർ ഹു ഈസ് ലുക്കിംഗ് ഫോർ എ ക്ലീനർ. അവൾക്കൊരു നെയ്ബർ ഉണ്ട്, അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒരു ക്ലീനർ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ ആ അയൽവാസിന്റെ വീട്ടിലോട്ട് എന്ത് ചെയ്യും, എന്നിട്ട് നിനക്ക് അവിടുത്തെ വീട്ടു ജോലിയൊക്കെ എന്ത് ചെയ്യാം, എടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇവിടെ നമ്മുടെ കേഷ്യർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാനൊരു ഫ്രഞ്ചുകാരത്തി ആയിട്ടുള്ള ഒരാളെ നോക്കുന്നത്, പിന്നെ എന്റെ കുട്ടിയുടെ കാര്യത്തില്, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അതായത് ഫാറ്റോഡിയോമി എന്താ ഇതിന്റെ പേരിലാണ് ഇപ്പൊ അവൾക്ക് ജോലി കിട്ടാഞ്ഞത്, ബ്ലാക്ക് ആയതിന്റെ പേരില്. ഫാറ്റോഡിയോമിക്ക് എന്തുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഡിഗ്രിയും കാര്യങ്ങളൊക്കെ എന്ത് ഉണ്ട് അല്ലെ? പക്ഷെ ഫാറ്റോഡിയോമിന്റെ ഫ്രണ്ട് ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞിട്ടുള്ളത്, അവളുടെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാർട്ട് ടൈം വർക്ക് നോക്കുക. ഡിഗ്രി കംപ്ലീറ്റ് അല്ല,
മറ്റേ പരസ്യത്തിൽ ഡിഗ്രി കമ്പൽസറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവരുടെ ആളുകൾക്ക് ജോലി കൊടുത്തു. അത് തന്നെയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫറൻസ് നാഷണൽ. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒട്ടേറെ ആളുകൾ, അത് ഇനി ബ്ലാക്സിനാകുമ്പോൾ കുറച്ചുകൂടി കൂടുതലാവും, ഇനി ആരും ആയിക്കോട്ടെ, അവർ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നതിന്റെ ഒരു സൂചനയാണ് നമുക്ക് ഈ പാഠത്തിലൂടെ പ്രിഫറൻസ് നാഷണലിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് കാണാം. നമ്മുടെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.